പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻ്റെ ആ ഒരു നന്ദുവിനോടുള്ളൊരു സ്നേഹം ഇങ്ങനെ വല്ലാണ്ട് മനസ്സിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് അമ്മൻ്റെ എതിർപ്പുകളൊക്കെ ലംഘിച്ചിട്ട് നമ്മുടെ നവീന് പെണ്ണ് ചോദിക്കണമെന്നുണ്ട്. നമ്മുടെ നന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ട് പെണ്ണ് ആലോചിക്കണം, മുത്തശ്ശനെയൊക്കെ കൂട്ടിയിട്ട് അവിടെ പോയി സംസാരിക്കണമെന്നുണ്ട്. അതിനു മുമ്പ് നവീന് നമ്മുടെ നന്ദുവിൻ്റെ അമ്മനെ കണ്ടിട്ട് അവർക്ക് താല്പര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നന്ദുവിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം അവരെ അറിയിക്കാനും വേണ്ടിയിട്ട് നന്ദുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് നവീന്. ആ ഒരു സമയത്ത് ഇക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ അനിയോടോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നവീന് ചിന്തിക്കുന്നുണ്ട്, അനി ഏതായാലും ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കുക എന്നുള്ളത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാകും. എന്തായാലും സർപ്രൈസ് ആക്കിയിട്ട് വെക്കാം, എന്നിട്ട് പെണ്ണൊക്കെ ആലോചിച്ചിട്ട് അവരോട് പറയാം ഇക്കാര്യത്തെക്കുറിച്ച്. എന്നിട്ട് അവർ ഇക്കാര്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരൊന്ന് ഞെട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ നന്ദുവിൻ്റെ വീടും തിരക്കിയിട്ട് നവീൻ പോവുകയാണ്. നന്ദുവിൻ്റെ വീട് എവിടെയാണെന്നുള്ളതൊക്കെ നന്ദുവിനോട് ചോദിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദു ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്താണ് നവീന് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് കനകയുടെ അടുത്തോട്ട് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം കനകയെ അന്വേഷിക്കുകയാണ്. ആ സമയത്ത് ആൻറ്റിക്ക് എന്നെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് മനസ്സിലാവാതിരിക്കോ, നമ്മുടെ അനിമോൻ്റെ കേസ് വാദിച്ച ആളല്ലേ, നവീൻ സാറല്ലേ, എന്താ ഇവിടെ നന്ദുവിനെ അന്വേഷിച്ച് വന്നതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നന്ദുവിനെ അന്വേഷിച്ച് വന്നതല്ല, ഞാൻ ചെറിയൊരു കാര്യത്തെക്കുറിച്ച് ആൻറ്റിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നന്ദുവിനോട് ഇക്കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. നന്ദു ഞാൻ വരുന്ന കാര്യവും അറിയില്ല. ഞാൻ സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആൻറ്റി തന്നെ അവളോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താ മോനെ, വേറെ എന്തെങ്കിലും പുതിയതായിട്ടുള്ള കേസ് കിട്ടിയോ, നിങ്ങൾ ഒന്നിച്ച് കേസ് അന്വേഷിക്കാൻ പോകുന്ന കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ കനക ചോദിക്കുന്ന സമയത്ത്, ഒന്നിച്ച് കേസ് അന്വേഷിക്കാൻ നിൽക്കുന്ന കാര്യമല്ല, ഒന്നിച്ച് ജീവിതത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചാലോ എന്നുള്ള ഒരു ചിന്തയെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ കനക ചോദിക്കുന്നുണ്ട്, എന്താ മോന് പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല, ഒന്നിച്ച് ജീവിതത്തെക്കുറിച്ചിട്ടുള്ളോ കാര്യമോ, മോന് ഉദ്ദേശിച്ചത് നന്ദുവിനെ കല്യാണം കഴിക്കുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ, ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഞാൻ ഒരുപാട് പെണ്ണ് ആലോചിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്നെ വല്ലാണ്ട് നിർബന്ധിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് മനസ്സിനിണങ്ങിയ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ലെവലിൽ നിൽക്കുന്ന, എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, തൻ്റേടിയായിട്ടുള്ള, ആരും മുന്നിലും തല കുനിക്കാത്ത, ഒരു നല്ല വ്യക്തിത്വം നിലനിർത്തുന്ന ഒരു പെൺകുട്ടിയെയായിരുന്നു ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ ഇപ്പോഴാണ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത്. അത് നന്ദുവാണ്. നന്ദുവിനെ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. തൻ്റേടിയായിട്ടുള്ള പെൺകുട്ടികളെയാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്. പക്ഷേ എൻ്റെ അമ്മ നേരെ തിരിച്ചാണ്. അടക്കവും ഒതുക്കവും ഒക്കെയുള്ള, എന്നും വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുന്ന, ഒതുങ്ങിക്കഴിയുന്ന ഒരു പെൺകുട്ടിയാണ് അമ്മയ്ക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച്, നന്ദുവിനായിട്ടുള്ള കല്യാണത്തെക്കുറിച്ച് ഞാൻ അമ്മയോട് സംസാരിച്ചിട്ടില്ല. പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അത് മുത്തശ്ശൻ പറഞ്ഞാൽ കേൾക്കും, ആ ഉറപ്പ് എനിക്കുണ്ട്. പക്ഷേ നന്ദുവിൻ്റെ അമ്മയ്ക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പെണ്ണന്വേഷിക്കാനും ചോദിക്കാനും വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ക്രമപ്രകാരം ചടങ്ങുകളും കാര്യങ്ങളൊക്കെ മുത്തശ്ശനൊക്കെ ആയിട്ട് വന്നിട്ട് നടക്കും. ഞാനിത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഇതാക്കാനും സർപ്രൈസായിട്ട് ഞാൻ നടന്ന കാര്യം നന്ദുവിനെ ഒന്ന് നിങ്ങളിലൂടെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ കനകയ്ക്കാണെങ്കിൽ ആകെ സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. കാരണം ഒരു കല്യാണം മുടങ്ങിപ്പോയതിൻ്റെ സങ്കടത്തിലും ഇതുപോലുള്ള ആ ഒരു ജോലിയിൽ, അതുപോലെ ആ ഒരു പൊസിഷനിൽ നന്ദുവിനൊത്ത് നിൽക്കുന്ന ഒരാളെയാണ് കനക ആഗ്രഹിച്ചത്. അതുപോലുള്ള ഒരാളാണ് ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത്. പക്ഷേ നന്ദുവിനോട് കുറിച്ച് എങ്ങനെ സംസാരിക്കുമെന്നുള്ളൊരു ഭയവും ഒക്കെ കനകയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം കനക അറിയാം, എന്തായാലും അനിയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തില്ല എന്നുള്ള തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവളെ ഇതിന് നിർബന്ധിച്ച് ഇതിലേക്ക് എത്തിക്കണം. പ്രത്യേകിച്ച് മുത്തശ്ശനും അനന്തപുരിയിലുള്ള എല്ലാവർക്കും താല്പര്യമുണ്ടാകും നവീൻ മോൻ്റെ കാര്യമായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആരും എതിർക്കാൻ സാധ്യതയില്ല എന്നൊക്കെയുള്ള കനകയ്ക്ക് ചിന്ത അങ്ങനെ പോവാണ്. കനകയുടെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ ഉദിച്ചു വരികയാണ്. അങ്ങനെ കനക പറയുന്നുണ്ട്, മോനെ ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. കാരണം അനന്തപുരിയിലുള്ള അച്ഛന് മൂർത്തി സാറിന് അറിയാവുന്ന, മൂർത്തി സാറിൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മോനല്ലേ,
മോനെ എൻ്റെ മോളെ കല്യാണം ആലോചിക്കുക, അതും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കഴിയുന്ന പാവപ്പെട്ട ഞങ്ങളെ അന്വേഷിച്ച് വരിക എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കത് വലിയൊരു കാര്യം തന്നെയല്ലേ. അത് മോനെപ്പോലുള്ള നല്ല മനസ്സിലുള്ള ഒരു പയ്യൻ, ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്, ഞങ്ങൾക്ക് 100% സമ്മതമാണ് എന്നുള്ളതൊക്കെ കനക പറയുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ നവീൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കനകയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷവും ഒക്കെ കണ്ടിട്ട് നന്ദു ചോദിക്കുന്നുണ്ട്, ആഹാ ഇന്നെന്താ പതിവില്ലാത്തൊരു സന്തോഷം മുഖത്തുണ്ടല്ലോ, എന്താ ആദർശേട്ടനും ചേച്ചിയും വന്നിരുന്നോ, എന്താ പുതുതായിട്ട് വേറെ എന്തെങ്കിലും സന്തോഷമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേടി പുതുതായിട്ടുള്ളൊരു സന്തോഷമുണ്ട്, പക്ഷെ അത് കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷം ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ ചിന്തിക്കാത്ത ഒരു അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. നിനക്കൊരു കല്യാണക്കാര്യം വന്നിട്ടുണ്ട്, പയ്യൻ ആരാണെന്നുള്ളത് നിനക്കറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കെങ്ങനെ അറിയാനാ, എന്തായാലും അമ്മയുടെ മുഖത്തെ സന്തോഷം കണ്ടിട്ട് ഞാൻ അറിയുന്ന ആളല്ല, അറിയാത്ത ആളായിരിക്കും വന്നിട്ടുണ്ടാവുക, കാരണം ഞാൻ അറിയുന്ന ആൾ അനിയാണല്ലോ, അതേതായാലും അമ്മ സമ്മതിക്കത്തുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് നീ ഇവിടെ സംസാരിക്കണ്ട, ഇത് അതൊന്നല്ല, ഇത് വേറൊരാളാണ് വന്നത്, അയാളുടെ പേര് കേട്ടാൽ നീ ഞെട്ടിത്തരിക്കും, നീ ഒരിക്കലും ചിന്തിക്കാത്ത ഒരാളാണ് നിന്നെ പെണ്ണന്വേഷിച്ചിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്ന സമയത്ത്, ഓ എന്നെ ഞെട്ടിക്കാൻ മാത്രമുള്ള ആരാണാവോ എന്നെ പെണ്ണാലോചിക്കാൻ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മറ്റാരുമല്ല നവീനാണ്, നമ്മുടെ അനിമോൻ്റെ കേസ് വാദിച്ചിട്ടുള്ള മുത്തശ്ശൻ്റെ സുഹൃത്തിൻ്റെ മകനില്ലേ നവീനാണ് നിന്നെ പെണ്ണാലോചിച്ച് വന്നത്. അവനാകുമ്പോൾ എനിക്ക് സമാധാനവുമായി, കാരണം എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു പയ്യനാണ്, ആർക്കും ഒരു കുറ്റവും കണ്ടെത്താൻ പറ്റില്ലല്ലോ, എല്ലാവരും ഇക്കാര്യത്തിന് സമ്മതിക്കുകയുള്ളൂ, എനിക്ക് സന്തോഷമായി മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചെടുക്കുകയാണ്. പക്ഷെ നന്ദു ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. നവീനേട്ടനോ എന്നെ പെണ്ണാലോചിച്ചോ, അത് ശരി, അപ്പോൾ എന്നോട് കുറച്ച് മുമ്പ് ദിവസങ്ങൾക്ക് മുമ്പ് പ്രണയമുണ്ടോ എന്നൊക്കെ ചോദിച്ചത് ഇതിനാണല്ലേ, പിന്നെ നന്ദുവിനെ പോലുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞത് ഇതായിരുന്നല്ലേ, ഇതൊരിക്കലും ഞാൻ അംഗീകരിച്ച് കൊടുക്കില്ല, ഇങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലും വന്നിട്ടില്ല, എന്നോട് എങ്ങനെ ഇങ്ങനെ തോന്നി, അതും ഞാൻ അനിയുടെ പെണ്ണല്ലേ, പക്ഷെ അനിയുടെ പെണ്ണാണെന്ന് എനിക്ക് തുറന്ന് പറയാനും പറ്റിയില്ല, പക്ഷെ ഇതൊന്നും ഒരിക്കലും നടക്കത്തില്ല, ഇത് മുളയിലെ നുള്ളണം, നവീനേട്ടന് എന്നോട് ഇങ്ങനെയൊക്കെ തോന്നുകയെന്ന് വെച്ചാൽ അത് മോശമായി പോയി എന്നൊക്കെ ഇങ്ങനെ അവൾ വല്ലാണ്ട് ദേഷ്യത്തോടു കൂടെയും സങ്കടത്തോടു കൂടെയും ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് നവീനേട്ടനോട് എങ്ങനെ സംസാരിക്കുക, അനിയോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ പ്രതികരണം, ആകെ കുഴപ്പത്തിലായല്ലോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കണം. അപ്പോൾ ആ സമയത്ത് കനക ചിന്തിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് കനക ചോദിക്കുന്നുണ്ട്, ഓ ഇനിയിപ്പോൾ ഇതെങ്ങനെയും മുടക്കാനുള്ള ഉദ്ദേശത്തിലായിരിക്കും, അത് നടക്കത്തില്ല, ഇത് ആര് വിചാരിച്ചാലും മുടക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് അനന്തപുരി ചെന്നിട്ട് മൂർത്തി സാറോട് സംസാരിക്കാൻ പോവുകയാണ്, മൂർത്തി സാർ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ ജാനകി നിൻ്റെ അനിയുടെയും കല്യാണത്തിന് എന്തായാലും സമ്മതിക്കത്തില്ല, അവർക്ക് താല്പര്യമില്ല, അത് തുടരുന്ന സാഹചര്യത്തിൽ ഇത് മുത്തശ്ശൻ എന്തായാലും നടത്തി തരുന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്, അതുകൊണ്ട് മോൻ ഇക്കാര്യത്തെക്കുറിച്ച് വന്ന് സംസാരിച്ചത് ഞാൻ അവിടെ പോയി നാളെ സംസാരിക്കാൻ പോവാണ്, എന്തായാലും ഇതായിട്ട് ഞാൻ മുന്നോട്ട് പോകും, നിൻ്റെ കല്യാണം ഞാൻ നടത്തിയിരിക്കും, അനിയെ മനസ്സിൽ നിന്ന് പാടെ പറിച്ചു കളഞ്ഞേക്ക്, ഇതുപോലുള്ളൊരു ബന്ധം ഇനി നമുക്ക് കിട്ടത്തില്ല മോളെ, അതുകൊണ്ട് നീ എല്ലാം മാറ്റിവെച്ച് വിവാഹത്തിനായിട്ട് ഒരുങ്ങിക്കോ എന്ന് കനക തറപ്പിച്ച് പറയുകയാണ്. നമ്മുടെ നന്ദു ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് എന്ത് ചെയ്യും, ഇത് എങ്ങനെ മുടക്കാനും സാധിക്കത്തില്ല, ഇനിയിപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാലും നവീനേട്ടൻ അതൊന്നും പ്രശ്നമല്ലെങ്കിലും ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആകെ സങ്കടത്തോടു കൂടി ആശയക്കുഴപ്പത്തിലായി നിൽക്കുകയാണ് നന്ദു.